ഇത്രയും ബോഡി എടുത്തിട്ട് എനിക്കൊരു വിഷയമില്ലായിരുന്നു. എല്ലാം 6000 ബോഡി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നരബലി തൊട്ട് പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, അങ്ങേറ്റം തിരുവനന്തപുരം വരെ പോയി അധിക ബോഡികൾ എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതെനിക്ക് ഒരനുഭവമായിപ്പോയി. ആളുകൾ തൊടാൻ പോലും മടിക്കുന്ന മൃതദേഹങ്ങൾ എടുത്ത് പോലീസിന് കൈമാറിയിരുന്ന സോമൻ ഗുരുതര അണുബാധയേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. തിരുവല്ല സ്വദേശിയായ സോമന മൃതദേഹത്തിൽ നിന്ന് അണുബാധയേറ്റു എന്നാണ് നിഗമനം. ഇലന്തൂർ നരബലി കേസിലടക്കം നിർണായക സഹായം നൽകിയിട്ടുള്ള സോമൻ ആയിരക്കണക്കിന് മൃതദേഹങ്ങളാണ് എടുത്ത് പോലീസിന് കൈമാറിയിട്ടുള്ളത്. ജൂൺ മാസം 2-ന് പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ മുള്ളുകൾക്കിടയിൽ 22 ദിവസം പഴക്കമുള്ള പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനിടെ അണുബാധയുണ്ടായെന്നാണ് നിഗമനം. അന്നു തന്നെ വൈകുന്നേരത്തോടെ പനി ആരംഭിക്കുകയും ചെയ്തു. അതേ ദിവസം തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ മൃതദേഹത്തിൽ നിന്നുണ്ടായ അണുബാധയാണ് കാരണമെന്ന് തിരിച്ചറിയാൻ ദിവസങ്ങളോളം വേണ്ടിവന്നു. പിന്നീട് 4 തവണ കാലിൽ ശസ്ത്രക്രിയ ചെയ്തു. 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. 7 ദിവസത്തോളം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയേണ്ടി വന്നു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സോമൻ ചികിത്സയിൽ കഴിയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സോമന്റെ ദുരവസ്ഥ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരും ചില സുഹൃത്തുക്കളും സമാഹരിച്ചു നൽകിയ പണം കൊണ്ടാണ് ഇതുവരെ ചികിത്സ നടത്തിയതും ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയതും. ഇനിയും 1 മാസത്തോളം ചികിത്സയിൽ തുടരേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തുടർ ചികിത്സയ്ക്കുള്ള സഹായത്തിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് സോമനും കുടുംബവും. കഴിഞ്ഞ മാസം 2-ാം തീയതി പത്തനംതിട്ട സ്റ്റേഷനിൽ എന്നെ വിളിച്ചായിരുന്നു. ഒരു ബോഡി എടുക്കാനുണ്ട് പറഞ്ഞ് ചന്ദനപ്പള്ളി എത്തണമെന്ന് പറഞ്ഞു. ഞാൻ ചന്ദനപ്പള്ളി എത്തി ഞാൻ പോയി കണ്ടു. ഞാൻ ഉടനെ BP കിറ്റ് ഇട്ടു. എന്നെ നോക്കി എല്ലാവരും നിൽക്കുക. ഞാൻ BP കിറ്റ് ഇട്ടു. ഒരു കാടിനകത്തായിരുന്നു ആ ബോഡി കിടന്നത്. കാരണം ആർക്കൊന്നും ചെയ്യാൻ മേല. അതുപോലെ മുള്ളാണ്, അതായത് മുള്ളെന്ന് പറഞ്ഞാൽ കട്ടകാരം മുള്ളാണ്. ഞാൻ BP കിറ്റെല്ലാം ഇട്ടു, എല്ലാം അകത്തോട്ട് കയറി. എന്നിടത്തേക്ക് BP കിറ്റ് ഒരു മുള്ളുമുണ്ട്. എൻ്റെ തുടയൊന്ന് ചെറുതായിട്ടൊന്ന് പോയി. അത് പിന്നെ സാരമാക്കാതെ ആ മുള്ളിനകത്തുനിന്ന് ഈ ബോഡി എടുത്ത് വെളിയിലോട്ടിറക്കിയപ്പോൾ ഈ ബോഡിയെ കിടന്നത് മുള്ളിനടിയിലാണ്. ആ ബോഡിയെ മുള്ളൊരെണ്ണം തെറിച്ച് വന്ന് ഈ കാല വീണ്ടും കൊണ്ടു. ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം വെച്ചാൽ മുള്ളു കൊണ്ട് നമ്മൾ കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു രീതിയായിരുന്നു. ഞാൻ എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് ഇൻക്വസ്റ്റെല്ലാം നടത്തി ബോഡി പാക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ ബൈക്കെടുത്ത് ഞാൻ പോരുന്ന വൈകിട്ടൊരു 8 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഡെറ്റോൾ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കുളിച്ചു. അത് കഴിഞ്ഞപ്പോൾ പനി അടിച്ചപ്പോൾ ഞാൻ നേരെ കൊച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തു. അവർ കുറേ ഗുളികയും തന്നു. ഞാൻ പറഞ്ഞു ഇന്നോട്ട് എനിക്കൊരു ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ തലേ ദിവസമാണ് ഞാൻ TT എടുത്തത്. അതുകൊണ്ട് ഒരു സാരമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗുളികയും മേടിച്ചുകൊണ്ട് പോയി. അന്ന് രാത്രി നല്ല വേദനയും ഈ പനിയും മാറുന്നില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു വിധത്തിലും വയ്യ. ഈ മുള്ള് കൊണ്ടണം കുടുന്ന് പൊങ്ങാൻ തുടങ്ങി. ഭയങ്കര ശ്വാസം മുട്ടലും ഒന്നുമല്ലാത്തൊരു കണ്ടീഷനായി. അവിടുന്ന് ഞാൻ ഇവിടെ വന്ന് കയറിയത് എനിക്കറിയാം. അന്നേരം ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് എന്നെ അതുപോലെ പൊന്നുപോലെ നോക്കി. ആ ഡോക്ടർമാർ ഇവിടുത്തെ സിസ്റ്റേഴ്സും എന്നെ അതുപോലെ നോക്കുന്നുണ്ട്. അണുബാധ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി പാടുപെട്ടു. നമുക്ക് മരുന്ന് അങ്ങനെ പിടിക്കുന്നില്ല. അങ്ങനെ പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റാണ് ഇപ്പോൾ ഇതിൻ്റെ അണുവാന്നുള്ളത് അറിയുന്നത്. 1.5 മാസം ആവുന്നു. കഴിഞ്ഞ മാസം 4-ാം തീയതി കയറിയ. എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. ഞാൻ 6,000 ബോഡി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നരബലി തൊട്ട് ഈ ജില്ലയിലും പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, പിന്നെ ആലപ്പുഴ ജില്ല, അങ്ങേറ്റം തിരുവനന്തപുരം വരെ പോയി അധിക ബോഡികൾ എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതെനിക്ക് ഒരനുഭവമായിപ്പോയി. അതുവരെ എനിക്ക് ഇത്രയും ബോഡി എടുത്തിട്ട് എനിക്കൊരു വിഷയമില്ലായിരുന്നു. ഞാൻ ഇത്രയും കാലം പോലീസുകാർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ മുതലാളിമാരെല്ലാം വേണ്ട രീതിയിൽ അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് നിലനിൽക്കത്തില്ല. എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്കൊന്നും വലുതായിട്ടൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായം എനിക്ക് ചെയ്തു തരിക, അതല്ലാതെ വേറെ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. 35 വർഷമായി പോലീസുകാരോട് ഈ ജോലിക്ക് പോയി തുടങ്ങിയിട്ട്, ഡെഡ് ബോഡി എടുക്കാൻ പോയിട്ട്. പക്ഷേ ഇന്ന് വരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. അത് കാരണം ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ പോലീസുകാരൊക്കെ സഹായം ചെയ്യുന്നുണ്ട്, നാട്ടുകാരും സഹായം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒന്നും സാമ്പത്തികം പറ്റുന്നില്ല. ഇപ്പം 45 ദിവസമായി ഇവിടെ ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ.
അപ്പോൾ ഇനി 3 ആഴ്ചയും കൂടെ കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. 45 ദിവസത്തോളമായി സോമൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇനിയും 1 മാസത്തോളം ആശുപത്രിയിൽ തന്നെ തുടരേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലുള്ള കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.